നമസ്കാരം. ആർത്തവാവധിയുടെ ഹർജി പരിഗണിക്കവേ ആർത്തവാവധി അനുവദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾ തൊഴിൽ മേഖലയിലേക്ക് വരുന്നതിന് കുറച്ചും കൂടി പ്രചോദനമാകും എന്നാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. അത് ശരിയാണ്. കാരണം ആർത്തവാവധി പ്രാബല്യത്തിൽ വരികയാണെങ്കിൽ സ്ത്രീകൾക്ക് മെയിൻ സ്ട്രീമിലേക്ക് വരാൻ അല്ലെങ്കിൽ തൊഴിലിടങ്ങളിലേക്ക് വരാൻ കുറച്ചുകൂടി പ്രചോദനമാകും. ഒന്നാമത് നമ്മുടെ ഈ ഇന്നത്തെ കാലത്ത് പുതിയ കാലത്തെ സ്ത്രീകൾ എന്ന് പറയുന്നത് സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആവണം, ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണം എന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകളാണ്. അപ്പോൾ അവർക്ക് ഇത്തരത്തിലുള്ള ഒരു അഡ്വാൻറ്റേജ് കൂടി കൊടുക്കുമ്പോൾ അത് അവർക്ക് സാധ്യതകൾ തുറന്നു കൊടുക്കുകയാണ്. കൂടുതൽ തൊഴിൽ നേടാനും കൂടുതൽ ഈ പറയുന്നത് പോലെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവാനുള്ള കൂടുതൽ സാധ്യതകൾ തുറന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അനുസരിച്ച് വേറൊരു നിരീക്ഷണം കൂടി നടത്തിയിട്ടുണ്ടല്ലോ. അതായത് സ്ത്രീകളെ തൊഴിലിടത്തേക്ക് ആളുകൾ എടുക്കുന്നത്, കമ്പനികൾ എടുക്കുന്നത് ഈ ഒരു അവധി കാരണം കുറയും. മാസത്തിൽ 1-2 ദിവസം ക്യാഷ് ലീവ് കൂടാതെ തന്നെ ഇവർക്ക് വീണ്ടും ലീവ് അനുവദിക്കണം എന്ന് വരുന്ന ഒരു സാഹചര്യത്തിൽ സ്ത്രീകളെ പൊതുവെ ഇതിലോട്ട് ചൂസ് ചെയ്യാൻ കുറയും എന്നുള്ളൊരു അവസ്ഥ കൂടി നിൽക്കുമ്പോൾ ഇത് സ്ത്രീകളുടെ പ്രാതിനിധ്യം കുറയ്ക്കുകയല്ലേ ചെയ്യുക എന്നുള്ളൊരു ആശങ്ക കൂടി പ്രകടിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇതിനെ മൊത്തമായി പോസിറ്റീവായിട്ട് ഈ ഒരു വിധിയെ പരിഗണിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ആശങ്ക കൂടി ഇതിൽ നിലനിൽക്കുന്നില്ലേ? അത് ശരിയാണ്. കാരണം ഇപ്പം ഇന്ത്യക്ക് പുറത്തുള്ള പല രാജ്യങ്ങളിലും ഈ ശ്രുതി പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സ്വകാര്യ മേഖലകളിൽ അവധി പ്രഖ്യാപിക്കുകയും പിന്നീട് കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ അത് നിർത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു ആശങ്ക സുപ്രീം കോടതി പ്രകടിപ്പിച്ചതിലും തെറ്റില്ലാതില്ല. സുപ്രീം കോടതി സംസ്ഥാന സർക്കാരുകൾക്ക് തീരുമാനിക്കാം എന്നുള്ള ഒരു ഓപ്ഷനും കൂടി വെച്ചിട്ടുണ്ട്. പക്ഷെ അതേസമയം തന്നെ കർണാടക, ഒറീസ പോലുള്ള സംസ്ഥാനങ്ങളിൽ ഇതിനെക്കുറിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ചർച്ച നടത്തുന്നുണ്ട്. കേരളത്തിൽ അത് നടന്നിട്ടുണ്ട്, പല സ്ഥലങ്ങളിലും മാധ്യമ സ്ഥാപനങ്ങളിൽ നടന്നിട്ടുണ്ട്. സർവകലാശാലകൾ ഔദ്യോഗികമായിട്ട് ആർത്തവാവധി പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. എല്ലാ ജെൻഡേഴ്സിനെയും ഉൾക്കൊള്ളിച്ച് മുന്നോട്ട് പോകുമ്പോഴാണല്ലോ നല്ലൊരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ഉണ്ടാവുന്നത്. അപ്പം അത്തരത്തിൽ നല്ല വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ഉണ്ടാവാൻ വേണ്ടി ഇതുപോലുള്ള ചർച്ചകളും നിരീക്ഷണങ്ങളും വഴിവെക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.